ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ, ക്രിസ്മസിൻ്റെ പിറ്റേ ഞായറാഴ്ചയായ ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നു. ദൈവപുത്രൻ ജനിച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ തിരുക്കുടുംബം പൂർണ്ണമായും തിരുക്കുടുംബമായി മാറുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവം കുടുംബത്തെ ഒരുക്കി. എന്നാൽ ആ കുടുംബം പൂർണ്ണമായത് ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ പിറ്റേ ഞായറാഴ്ചയായ ഇന്ന് സഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നാം ഓരോരുത്തരും കുടുംബവുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മളൊക്കെ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തെ മാതൃകയായി തിരുസഭ നമ്മുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ്. ഈശോയും മാതാവും യൗസേപ്പ് പിതാവ് ഉൾപ്പെട്ട തിരുക്കുടുംബത്തിലെ ആ പരസ്പരമുള്ള ബന്ധവും പരസ്പരമുള്ള മനോഭാവവും പരസ്പരമുള്ള ഐക്യവും പരസ്പരമുള്ള ശുശ്രൂഷയും നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ തിരുക്കുടുംബമായി മാറുക. തിരു എന്നാൽ ദൈവം എന്നർത്ഥം. ദൈവത്തെ ആധാരമാക്കി നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്താനും വളർത്താനും സാധിക്കണമെന്ന് ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ തിരുക്കുടുംബത്തിലെ ബന്ധങ്ങളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ് പ്രത്യേകമായിട്ട് വെളിവാക്കപ്പെടുക. അപ്പനെയും അമ്മയെയും ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, അതാണ് ദൈവാനുഗ്രഹത്തിൻ്റെ വഴി എന്ന ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രമിക്കുന്നു. ദൈവവുമായിട്ട് നമ്മുടെ ബന്ധത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന്, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ ഇഷ്ടം നിറവേറ്റി നമ്മളെങ്ങനെ ജീവിക്കണമെന്ന്, അപ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമാവുക എന്ന് ഇന്നത്തെ സങ്കീർത്തനം 128 സങ്കീർത്തനം കുടുംബത്തിൻ്റെ സങ്കീർത്തനമാണ്. അവിടെ ഭാര്യ മുന്തിരി പഴം പോലെ, മക്കൾ ഒലിവ് തൈകൾ പോലെ എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടമായ അവസ്ഥ, അഭിഷേകത്തിൻ്റെ അനുഭവം ഓരോ കുടുംബത്തിലും നിറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവേഷ്ടം നിറവേറ്റി നാം ജീവിക്കുമ്പോഴാണ് എന്ന് ഇന്നത്തെ സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ബന്ധപ്പെടണമെന്ന്, അതേപോലെ മക്കൾ മാതാപിതാക്കന്മാരോടും മാതാപിതാക്കൾ മക്കളോടും എങ്ങനെ ഇടപെടണമെന്ന് എല്ലാം വെളിവാക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തെ എപ്പോഴും നയിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1 അവിടുത്തെ ബന്ധം, 2 അവിടുത്തെ പെരുമാറ്റം, 3 അവിടുത്തെ പ്രവർത്തനം. അപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങളെല്ലാം നന്നായാൽ അവിടെ ബാക്കി എല്ലാം ശരിയാകുമെന്ന് ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇന്നത്തെ പ്രവേശന പ്രപണിതത്തിൽ ആട്ടിടയന്മാർ വന്ന് തിരുക്കുടുംബത്തെ സന്ദർശിച്ച കാര്യമാണ് പറയുന്നത്. യൗസേപ്പ് പിതാവിനോടും മാതാവിനോടൊപ്പം ഉണ്ണീശോയെ കണ്ട് അവർ ആരാധിച്ചു എന്നാണ് പ്രവേശന പ്രപണിതം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇന്നത്തെ സുവിശേഷത്തിലോ എങ്ങനെ യൗസേപ്പ് പിതാവും മാതാവും ചേർന്ന് ഈശോയെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോയി എന്നും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് നസ്രത്തിൽ പോയി താമസിച്ചു എന്നുള്ള കാര്യം പറയുക. അപ്പോൾ ഈശോയ്ക്ക് ജന്മം കൊടുത്തു എന്ന് മാത്രമല്ല, ഈശോയെ സംരക്ഷിക്കുകയും വളർത്തുകയും പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്ന ആ തിരുക്കുടുംബം. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ വായനയും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ ബന്ധപ്പെടണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഏതു മനോഭാവത്തോടെ നമ്മൾ പെരുമാറണമെന്നും എല്ലാം വെളിവാക്കുക. നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകണം. തിരു എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവത്തെ ആധാരമാക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ
നമുക്ക് തിരുക്കുടുംബമായി മാറാനായിട്ട് സാധിക്കുക. എങ്ങനെ യൗസേപ്പ് പിതാവും മാതാവിനോടും ഈശോയോടും ഇടപെട്ടു. ശരിക്കും പറഞ്ഞാൽ മാതാവ് യൗസേപ്പ് പിതാവിൻ്റെ ഭാര്യയല്ല. കാരണം അവൾ ഗർഭം ധരിച്ചത് യൗസേപ്പ് പിതാവിൽ നിന്നല്ല. അതേപോലെ ഈശോനാഥൻ യൗസേപ്പ് പിതാവിൻ്റെ യഥാർത്ഥ മകനല്ല, ദൈവത്തിൻ്റെ മകനാണ്. കാരണം യൗസേപ്പ് പിതാവിൽ നിന്നല്ല ഈശോ രൂപത്തിൽ ഉരുവാകുന്നത്. എങ്കിൽ പോലും ദൈവത്തിൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് മാതാവിനെ തൻ്റെ ഭാര്യയായി കണ്ട് അവളെ സ്നേഹിക്കുകയും അതേപോലെ ഈശോയെ തൻ്റെ പ്രിയപ്പെട്ട മകനായി കണ്ട് അവനെ സംരക്ഷിക്കുകയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്ത യൗസേപ്പ് പിതാവിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരുക്കുടുംബത്തിൽ കാണുക. ഒരു വിധത്തിൽ യൗസേപ്പ് പിതാവ് നമ്മളെ ബോധപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് കാണേണ്ടത്. യൗസേപ്പ് പിതാവും മാതാവിനെ നോക്കിയിട്ട് ഞാൻ പ്രേമിച്ചു കല്യാണം കഴിച്ചു സ്വന്തമാക്കിയവൾ എന്ന രീതിയിലല്ല, എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ഭാര്യയെ വലിയ ദാനമായി തന്നു എന്ന രീതിയിലാണ് യൗസേപ്പ് പിതാവ് മാതാവിനെ കാണുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. അവളെ അപമാന വിധേയാക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ബൈബിൾ എടുത്തു പറയുക. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം പറഞ്ഞതനുസരിച്ചാണ് മാതാവിനെ തൻ്റെ ഭാര്യയായി യൗസേപ്പ് പിതാവ് സ്വീകരിക്കുന്നത്. അവിടെ അവർ തമ്മിലുള്ള ഉടമ്പടി പ്രിയപ്പെട്ടവരെ ദൈവത്തെ കേന്ദ്രമാക്കിയും ദൈവേഷ്ടം നിറവേറ്റിയുമായിരുന്നു. അതേപോലെ തന്നെ ഈശോയെ നോക്കിയിട്ട് ഞാൻ ജനിപ്പിച്ചവൻ എന്ന രീതിയിലല്ല. ചില മാതാപിതാക്കൾ ആ രീതിയിലാണ് മക്കളോട് പെരുമാറുന്നത്. ചിലപ്പോൾ അവരെ ശിക്ഷിക്കുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ എന്താ ചോദിക്കാനും പറയാനും കാര്യം, ഇതെൻ്റെ മകനാണെന്ന് പറയുന്ന രീതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പരസ്പരം സ്വന്തമാകാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ, മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ദാനമായി കാണാൻ, ആ രീതിയിൽ അവരോട് ആദരവോടെ പെരുമാറാൻ നമുക്കൊക്കെ സാധിക്കുമ്പോഴേ നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമായി മാറുകയുള്ളൂ. അവിടുത്തെ പരസ്പരമുള്ള ആ മനോഭാവം പ്രിയപ്പെട്ടവരെ അവരിൽ ദൈവത്തെ കാണാൻ, ദൈവത്തിൻ്റെ ദാനമായി കാണാൻ അവർക്ക് സാധിക്കണം. ശരിക്കും പറഞ്ഞാൽ തിരുക്കുടുംബത്തെ പുലർത്താൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി യൗസേപ്പ് പിതാവ് എന്തിയേറെ സഹിക്കേണ്ടി വന്നു, ഒത്തിരി സഹിക്കേണ്ടി വന്നു. പക്ഷേ അതൊന്നും യൗസേപ്പ് പിതാവ് അതൊന്നും ഓർത്ത് പരിതപിച്ചില്ല, ദൈവത്തോട് കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. അതിന് പകരം ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയായ മാതാവിനെയും കൊണ്ട് അവിടെ ബെത്ലഹേമിലേക്ക് പോയത്, കൊച്ചു ജനിച്ചു കഴിഞ്ഞ് ഉടനെ കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്, അവിടെ നിന്ന് തിരിച്ചു വന്നത്, നസ്രത്തിൽ പോയി താമസിച്ചതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുക. അവിടെ യൗസേപ്പ് പിതാവിൻ്റെ ആ മനോഭാവം എന്താ? എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നു, എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ നിറവേറ്റുന്നു. 4 പ്രാവശ്യമാണ് ദൈവം ഈ യൗസേപ്പ് പിതാവിനോട് സംസാരിച്ചതായി ബൈബിൾ എടുത്തു പറയുന്നത്. അത് അനുസരിച്ചുകൊണ്ട്, അതും നിദ്രയിൽ ആണ് അതെല്ലാം ഒരു വിധത്തിൽ ആ വെളിപാട് വരുന്നത്, സ്വപ്നത്തിലൂടെയാണ്. പഴയ നിയമത്തിലെ ജോസഫ് സ്വപ്നക്കാരനായിരുന്നല്ലോ, അതേപോലെ പുതിയ നിയമത്തിലെ ജോസഫും സ്വപ്നത്തിലൂടെയാണ് ദൈവസ്വരം കേട്ടത്. ആ ദൈവസ്വരം കേട്ടിട്ടാണ് ഞാൻ അവളെ ഭാര്യയായി സ്വീകരിക്കില്ല എന്ന് നിശ്ചയിച്ച യൗസേപ്പ് പിതാവ് തൻ്റെ പോലും തീരുമാനത്തെ മാറ്റിയിട്ട് മാതാവിനെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചത്. ദൈവത്തിൻ്റെ ആ സ്വരം കേട്ടിട്ടാണ് ഈശോയെയും മാതാവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്, ഹെറോദസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. ഒരു വിധത്തിൽ അങ്ങനെ രക്ഷകനായി മാറി യൗസേപ്പ് പിതാവ്. അതേപോലെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വന്നതും ദൈവം കൊടുത്ത നിർദ്ദേശമനുസരിച്ച്, നസ്രത്തിൽ പോയി താമസിച്ചതും ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്. അപ്പോൾ ഇവിടെ തന്നെ 2 ഇടങ്ങളിൽ പ്രത്യേകിച്ച് അവനെ ഞാൻ ഈജിപ്തിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ വചനം, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ വചനമൊക്കെ നിറവേറി എന്ന് പറയാണ്.
അപ്പോൾ ഒരു വിധത്തിൽ യൗസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ വചനം നിറവേറ്റിയെന്ന് മാത്രമല്ല, ദൈവവചനം നിറവേറുവാൻ വേണ്ട വഴിയൊരുക്കുകയും ചെയ്തു എന്ന് നമ്മളവിടെ പ്രത്യേകമായിട്ട് കാണുക. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് നമുക്കെപ്പോഴും നല്ലൊരു മാതൃകയാണ്. യൗസേപ്പ് പിതാവിൻ്റെ മാതൃകയിൽ ഓരോ കുടുംബനാഥനും, ഓരോ പിതാവും, ഓരോ ഭർത്താവും പെരുമാറുവാൻ തയ്യാറാകുമ്പോൾ അവരുടെ കുടുംബം തിരുക്കുടുംബമായി മാറും. അതേപോലെ മാതാവിൻ്റെ കാര്യം നമുക്കറിയാം. ദൈവമേ, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് മാതാവ് പറഞ്ഞ കാര്യം ബൈബിൾ രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അത് ഒത്തിരി പാടുവീടുകളും വിഷമതകളും വരുത്തിയ അനുഭവമാണ്. പക്ഷെ മാതാവ് സമ്മതം മുഴുവാണ്. ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് എന്നറിയുമ്പോൾ, ദൈവമേ ഇതാ നിൻ്റെ ദാസി. നിരന്തരം ദൈവത്തോട് സംഭാഷണം നടത്താൻ, നിരന്തരം ദൈവത്തിൻ്റെ സ്വരം കേട്ട് അത് പൂർണ്ണമായും നിവർത്തിക്കുവാൻ തയ്യാറായ അമ്മ, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിന് പൂർണ്ണമായ പ്രത്യുത്തരം ഏകിയപ്പോഴാണല്ലോ ആ അമ്മ വചനത്തെ ഗർഭം ധരിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ മാതാവ് എങ്ങനെ ദൈവത്തോട് ഏറ്റവും വിശ്വസ്തമായിരുന്നു, അതേപോലെ യൗസേപ്പ് പിതാവിനെ തൻ്റെ ഭർത്താവായി കണ്ട് അനുസരിച്ചുവെന്ന് ഭർത്താവിന് മുഖ്യ സ്ഥാനം കൊടുക്കുമോ? ഇവിടെ ഈശോയെ കണ്ടു കിട്ടുമ്പോൾ മാതാവ് ഈശോയോട് എന്താ പറയുന്നറിയാവോ? ഞാനും നിൻ്റെ പിതാവും എന്നല്ല, നിൻ്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കരുതെന്ന് പറയുകയാണ്. ഈശോയ്ക്ക് യൗസേപ്പ് പിതാവിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ അവർ എല്ലാം തുറന്ന് സംസാരിച്ചു, പരസ്പരം ആദരിച്ചു, അംഗീകരിച്ചു. നമ്മൾ രണ്ടാമത്തെ വായനയിൽ കേട്ടതുപോലെ സഭ ക്രിസ്തുവിനെ എങ്ങനെ ആദരിക്കുന്നു അതുപോലെ മാതാവ് യൗസേപ്പ് പിതാവിനെ ആദരിച്ചു എന്ന് കാണുക. അതേപോലെ ഈശോയുടെ കാര്യം എന്താ പറയുന്നത്? അവൻ ദൈവം തന്നെയാ, ദൈവപുത്രനാ, എന്നിട്ടും അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന് പറയുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അധ്വാനത്തിന് പ്രാധാന്യം കൊടുത്തവരവർ. മാതാവ് ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യൗസേപ്പ് പിതാവോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ പഠിപ്പിച്ചു. താനൊരു തച്ചനാണ്, തച്ചൻ്റെ മകനെന്ന് ഈശോ വിളിക്കപ്പെട്ടു, തച്ചനെന്നും വിളിക്കപ്പെട്ടു. കാരണം യൗസേപ്പ് പിതാവ് തൻ്റെ പണി ഈശോയെ പരിശീലിപ്പിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ മക്കളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക. എന്നും മക്കളെ നമ്മുടെ വരുതിയിൽ നിർത്തേണ്ടവരല്ല നമ്മൾ, നമ്മുടെ അടിമയെപ്പോലെ നിർത്തേണ്ടവരല്ല നമ്മൾ. അവർക്ക് വേണ്ടതെല്ലാം അങ്ങ് ചെയ്തു കൊടുത്ത് പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ പരിശീലിപ്പിക്കാതെ ഇരിക്കേണ്ടവരല്ല നമ്മൾ. ജീവിക്കാൻ പരിശീലിപ്പിക്കുക. പ്രായപൂർത്തിയാകുമ്പോഴേക്ക് അത് കഴിഞ്ഞ് കുട്ടികളിങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ, ഒരു ജോലിയും ചെയ്യാതെ കഴിഞ്ഞാൽ, ആ അവസ്ഥയിൽ അവരെ നിലനിർത്തല്ലേ. നമ്മുടെ മക്കളോടുള്ള നമ്മുടെ കടമ എന്താണെന്നറിയാവോ? ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ നിറവേറ്റിക്കൊണ്ട്, സമയം കളയാതെ, കഴിവുകൾ കളയാതെ, സമ്പത്ത് കളയാതെ, ജീവിതത്തെ ഒരു വേസ്റ്റാക്കി മാറ്റാതെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ മക്കളെ ഒരുക്കേണ്ട കടമ നമുക്കുണ്ട്. അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധം നാം അവർക്ക് കൊടുക്കണം. ആ രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളവരെ പരിശീലിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന വളരെ വളരെ പ്രധാനമാണ്. തിരുക്കുടുംബത്തിൽ നിരന്തരം പ്രാർത്ഥനയുണ്ടായിരുന്നു. നിരന്തരം ദൈവമായിട്ടുള്ള സംഭാഷണം ഉണ്ടായിരുന്നു. അവിടെ നിരന്തരം ദൈവസ്വരം കേൾക്കാനും ദൈവേഷ്ടം നിറവേറ്റുവാനും അവർ തയ്യാറായി. ഹൃദയം തുറന്ന് എല്ലാം ദൈവത്തോട് സംസാരിക്കുവാൻ അവർ ശ്രദ്ധ വെച്ചു. അതേപോലെ പ്രിയപ്പെട്ടവരെ, ആ തിരുക്കുടുംബത്തിലുണ്ടല്ലോ ദൈവേഷ്ടം നിരന്തരം നിറവേറ്റുന്ന രീതി, പ്രാർത്ഥന, അതുപോലെ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം അവർ എനിക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയല്ല, ഞാൻ അവർക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്തയോടെ, ദൈവം അവരുടെ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുവാണെന്നൊരു ബോധത്തോടെ, ദൈവേഷ്ടം നിറവേറ്റുന്ന രീതിയിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം പെരുമാറാനായിട്ട് സാധിക്കണം. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്.
അവിടുത്തെ ആ ഗുണവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. എപ്പോഴും ദൈവത്തോട് നന്ദിയാൽ നിറയണം. എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ ഓരോ ഭാര്യയും ഭർത്താവിനെ ഓർത്ത്, ഭർത്താവ് ഭാര്യയെ ഓർത്ത്, മക്കൾ മാതാപിതാക്കന്മാരെ ഓർത്ത്, മാതാപിതാക്കൾ മക്കളെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ, നിരന്തരം നന്ദി പറഞ്ഞ് ജീവിക്കണമെന്ന രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. കൃതജ്ഞത നിറഞ്ഞ്, ക്ഷമ നിറഞ്ഞ്, ദയ നിറഞ്ഞ്, കാരുണ്യം നിറഞ്ഞ്, എളിമയോടെ ദൈവത്തോടും പരസ്പരവും വർത്തിച്ച് ദൈവികരായി ജീവിക്കാൻ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ വളരുവാൻ നമുക്കൊക്കെ സാധിക്കണം. ദൈവമായിട്ടുള്ള നിരന്തര സമ്പർക്കം, പരസ്പരമുള്ള ഹൃദയം തുറന്ന സ്നേഹം, നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം, സഹനം പോലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പുലർത്താനായിട്ട് നമ്മൾ തയ്യാറാവുക. അങ്ങനെ തിരുക്കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും അനുകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബം എങ്ങനെയോ അങ്ങനെയാണ് കുടുംബത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾ. നമ്മുടെ ലോകം നന്നാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന് തന്നെ ഏറ്റവും അടിസ്ഥാന ശില കുടുംബമാണ്. സഭയുടെ അടിസ്ഥാന ശില കുടുംബമാണ്. ആ കുടുംബം നന്നായാൽ അവിടെ ജനിച്ചു വളരുന്ന ഓരോരുത്തരും, അവിടെ ജീവിക്കുന്ന ഓരോരുത്തരും നന്നാകും. നാം ദൈവരാജ്യ അനുഭവത്തിലേക്ക് മുന്നേറുകയും ചെയ്യും. ഈ സുദിനത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. നമ്മുടെ ഓരോ കുടുംബവും, നമ്മുടെ ഓരോ ഇടവകയും തിരുക്കുടുംബമായി മാറട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.